ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഒന്നിച്ചു മടങ്ങിയ കൂട്ടുകാർ പരീക്ഷാ നാളുകൾ കഴിഞ്ഞുള്ള അവധിക്കാലം ആഘോഷിക്കാൻ മനസ്സുകൊണ്ട് കൊതിച്ചവരാണ്. നിയന്ത്രണം വിട്ടെത്തിയ ആ ലോറിക്കടിയിൽ എല്ലാം ഞെരിഞ്ഞമർന്നു. എന്നും ഒരുമിച്ചായിരുന്നു അവർ. കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും. ചെറുള്ളി ഗ്രാമത്തിൽ അടുത്തടുത്തായി താമസിക്കുന്നവരാണ്. അവധി ദിവസങ്ങളിലടക്കം 4 പേരും ഒത്തുകൂടും. മരണത്തിലും വേർപിരിയാത്ത ആ കൂട്ടുകാർ നാടിൻ്റെ തീരാ നോവായി. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ PA ഇർഫാന ഷെറിനും റിദ ഫാത്തിമയും KM നിദ ഫാത്തിമയും AS ആയിഷ എന്നിവരാണ് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറി ദാരുണമായി മരിച്ചത്. അപകട സ്ഥലത്ത് നിന്ന് 300 മീറ്റർ കൂടി പിന്നിട്ടാൽ അവരുടെ വീടുകളിലെത്തുമായിരുന്നു. മദ്രസ പഠനം മുതൽ തുടങ്ങിയതാണ് 4 പേർക്കിടയിലെ സൗഹൃദം. സ്കൂളിൽ 8ാം തരത്തിലെ വിവിധ ഡിവിഷനുകളിലായാണ് ഇവർ പഠിച്ചിരുന്നത്. അപകടത്തിൽപ്പെട്ട കുട്ടികളിൽ ചിലരെ തിരിച്ചറിയാനാകാതെയാണ് രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് കുതിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 4 പേരുടെയും മൃതദേഹങ്ങൾ വീടുകളിൽ നിന്നും തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ എത്തിച്ചു. പൊതുദർശനം ആരംഭിച്ചതു മുതൽ മൃതദേഹങ്ങൾക്ക് മുൻപിൽ ഉറ്റവരും നാട്ടുകാരും സങ്കടം അടക്കാനാവാതെ കരയുകയായിരുന്നു. പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിലാണ് കുട്ടികളുടെ കബറടക്കം. പരീക്ഷ എഴുതി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് കരിമ്പന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൽ സലാമിൻ്റെയും ഫാരിസയുടെയും മകൾ PA ഇർഫാന ഷെറിൻ, എട്ടയത്തോടെ അബ്ദുൾ റഫീഖിൻ്റെയും ജസീനയുടെയും മകൾ റിദ ഫാത്തിമ, കൗളേങ്കിൽ സലീമിൻ്റെയും നബീസയുടെയും മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ ഷറഫുദ്ദീൻ്റെയും സജനയുടെയും മകൾ AS ആയിഷ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ സഹപാഠി അജ്ന ഷെറിൻ സമീപത്തെ ചെറിയ താഴ്ചയിലേക്ക് തെറിച്ചു വീണതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒട്ടേറെ അപകട മരണങ്ങൾ നടന്ന കരിമ്പ പനയംപാടം വളവിൽ ഇന്നലെ വൈകിട്ട് 3:40 അപകടം. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോകുന്ന ലോറി എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗത്തിടിച്ച് ഇടതുവശത്തേക്ക് പാഞ്ഞു കയറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ സിമന്റ് പൊടി പറന്നതിനാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും വ്യക്തമായില്ല. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ലോഡ് മാറ്റി ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥിനികളെ പുറത്തെടുക്കാനായത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റി കൂടുതൽ പേർ അടിയിലില്ലെന്ന് ഉറപ്പാക്കി. 5 പേരും പതിവായി ഒരുമിച്ചാണ് സ്കൂളിൽ പോയി വന്നിരുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.